വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും പല എക്സാംസും കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് റിവ്യൂ എടുക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് എക്സാമൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷേ നെഗറ്റീവ് വന്നിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, നെഗറ്റീവ് വന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പേർക്കുള്ളൊരു പ്രശ്നമാണിത് അല്ലേ. ചിലപ്പോൾ വളരെ നല്ല എളുപ്പമുള്ള എക്സാം ആയിരിക്കും, പക്ഷേ കുറേ മാർക്ക് നെഗറ്റീവായിട്ട് പോവാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം എന്നതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പം ചിലരുടെ അടുത്തെങ്കിലും നമ്മൾ പോയി ചോദിക്കുകയാണ് എങ്ങനെ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം എന്ന് ചോദിച്ചാൽ നിസ്സാരമായിട്ട് എളുപ്പമായിട്ട് ചിലർ ആൻസർ പറയും, നന്നായിട്ട് പഠിച്ചാൽ പോരെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ, അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കും. പക്ഷേ ശരിയാണ്, നന്നായിട്ട് പഠിച്ചാൽ നെഗറ്റീവ് മാർക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ പഠിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരു എക്സാം ഹോളിൽ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു നെഗറ്റീവ് മാർക്ക് ഇരിക്കുന്നത്. അതായത് നമ്മളൊരു എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള രീതി അനുസരിച്ചിട്ട് ഈ നെഗറ്റീവ് മാർക്കിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ വളരെയധികം കാലങ്ങളായിട്ട് ഒരു എക്സാമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ എക്സാമിൻ്റെ ഡേ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ. എക്സാം എളുപ്പമായിരിക്കുമോ, ടഫായിരിക്കുമോ, എനിക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവോ, ഇതൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇതിപ്പം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നല്ല, നമ്മൾ പഠിക്കുന്ന ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നമാണ്. എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം, മൈൻഡ് റിലാക്സ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ എക്സാമിന് അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളം ഉണ്ടാവാം, ബബിൾ ചെയ്യുന്നത് മാറിപ്പോവാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അനാവശ്യമായിട്ട് ഉണ്ടാകാവുന്ന കുറച്ച് നെഗറ്റീവ് മാർക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ ടിപ്സ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അവർക്കും കൂടെ ഇത് യൂസ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു എക്സാമിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയാണ് നമ്മുടെ നെഗറ്റീവ് മാർക്ക് തീരുമാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സാമിന് കയറുന്ന സമയത്ത് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും കയറുണ്ടാവുക അല്ലേ. എക്സാം എളുപ്പമാണോ അതോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും നിങ്ങൾ കയറുന്നുണ്ടാവുക. ആ എക്സാമിൽ കയറിക്കഴിഞ്ഞ് നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ കൂൾ ഓഫ് ടൈമിൽ പലരും എന്താ ചെയ്യുന്നുണ്ടാവുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇക്വേഷൻസ് അല്ലെങ്കിൽ പോയിൻറ്റ്സ്, ഇതൊക്കെ റിവൈസ് ചെയ്യാനായിരിക്കും പലരും ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ ഒരു കൂൾ ഓഫ് ടൈം നമുക്ക് കിട്ടുന്ന 15 മിനിറ്റ് ആണെങ്കിൽ ആ 15 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ആ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല ടെക്നിക്സും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മെഡിറ്റേഷൻ ആയിട്ടും അല്ലെങ്കിൽ മൈൻഡ് കാം ആക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പല സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എക്സാം എന്നുള്ള ആ ഒരു പേടി എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് മാറ്റി മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോയി ആ 15 മിനിറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ മൈൻഡിനെ റിലാക്സ്ഡ് ആക്കാനുള്ള ടൈമായിട്ട് എടുക്കുക. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അത് കൂൾ ഓഫ് ആവാനുള്ള ടൈമായിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇതാണ് ഏതൊരു എക്സാമിനെ നിങ്ങൾ നേരിടാൻ പോകുമ്പോഴും, എക്സാം ആയിക്കോട്ടെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഏതിൽ നിങ്ങൾ പോകുമ്പോഴും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ കൂൾ ഓഫ് ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നിരുന്നു, എക്സാം ഹോളിൽ ചെന്നിരുന്നു. നമുക്ക് 5 മിനിറ്റിന് മുമ്പ് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അല്ലേ. അപ്പോൾ ഈ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അവർ പറയും, ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കരുത്, എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പലരും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കുറേ കണ്ടതല്ലേ, വായിക്കില്ല. പകരം എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ പതുക്കെ ഇങ്ങനെ തുറന്നു നോക്കും അല്ലേ. പതുക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പം തുറന്നു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ നല്ല കാലത്തിന് നമ്മൾ നല്ലൊരു ഈസി ക്വസ്റ്റ്യനാണ് കണ്ടേ, അപ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര സന്തോഷമാവും, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ തുറന്ന പേജ് ചിലപ്പോൾ 50ാമത്തെ ക്വസ്റ്റ്യൻകാരും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനിലേക്ക് എത്താനുള്ള ധൃതി നിങ്ങൾക്ക് വളരെയധികം കൂടും. ആ എളുപ്പമുള്ള ക്വസ്റ്റ്യനിലേക്ക് എത്താനുള്ള ധൃതി നിങ്ങൾ കാണിക്കും നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ തുറന്നു നോക്കാണ്ടിരിക്കാം. അതിപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതും
നമ്മുടെ കൺട്രോൾ കളയും. അയ്യോ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ അല്ലല്ലോ അത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ പഠിക്കാത്ത ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അയ്യോ എനിക്ക് ഈ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു തോട്ട് നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തുറന്നു നോക്കാണ്ടിരിക്കുക. അതാണ് ആ ഒരു സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാം. 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. ഇതിപ്പോൾ ചിലതൊക്കെ 2 ഓപ്ഷൻസ് നമ്മൾ കൺഫ്യൂഷനും അല്ലെങ്കിൽ 4 ഇങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ടാണ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. എസ്പെഷ്യലി ആദ്യത്തെ റൗണ്ട് പരമാവധി അങ്ങനത്തെ ചോദ്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഉറപ്പില്ല, ഒരു 50% ഉറപ്പുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് അറ്റൻഡ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് മാർക്ക് വരുന്നതിനേക്കാളും നല്ലത് എന്താണ്, ആ ക്വസ്റ്റ്യനെ ഒഴിവാക്കുന്നതാണ്. അതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ OMR ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. OMR ഷീറ്റിൽ 5 ക്വസ്റ്റ്യൻ്റെ സെറ്റ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനുകൾ OMR ഷീറ്റിൽ നമുക്ക് കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ എടുത്ത് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോൾ 5 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. 5 നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ OMR ഷീറ്റിൽ നോക്കുമ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യനും നമ്മൾ ബബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തോ നമുക്കൊരു കുറവ് പോലെ തോന്നും. അയ്യോ 5 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ലല്ലോ, ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, ബബിൾ ചെയ്യാനായിട്ട് നോക്കും. ചിലപ്പോൾ നമുക്കത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ 5 അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്താണ്, നമ്മളൊന്നും ചെയ്യാത്തൊരു തോന്നൽ നമുക്ക് തോന്നിയിട്ട് നമ്മൾ അതിൽ കുറച്ച് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നോക്കും. നമ്മുടെ കഷ്ടകാലത്തിന് ചിലപ്പോൾ അത് തെറ്റിപ്പോവാനും അവിടെ നെഗറ്റീവായിട്ട് വരാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, ഒരു സെറ്റിൽ 5 ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ വേണ്ട, അത് പോട്ടെ. അടുത്ത സെറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യനും കിട്ടും. ആ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കാം. അതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമായിരിക്കും. ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ എളുപ്പമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നാൽ പിന്നെ നമ്മുടെ മൈൻഡിൽ നമുക്ക് സന്തോഷമായി, എക്സാം നല്ല എളുപ്പമാണ്, ഓക്കെ എനിക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആവാൻ തുടങ്ങും. ഫ്രീ ആകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവും. നമ്മൾ നോട്ട് എന്നുള്ളത് കാണില്ല, ചിലപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകറക്റ്റ് എന്നുള്ളത് കാണില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. അപ്പം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എളുപ്പമായി എന്ന് വിചാരിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യനും എളുപ്പമാവണം എന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒറ്റ വായനയിൽ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിക്കുക. 2 പ്രാവശ്യം വായിച്ചു നോക്കും, അതിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യനും വായിക്കുക. ഇനി 4 ഓപ്ഷൻ, ചിലപ്പം ഈ പറഞ്ഞ പോലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ നോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും, സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം 2 തവണ നല്ല കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. കാരണം ചിലപ്പോൾ നമ്മളെ തെറ്റിക്കാൻ, നമ്മൾ ഒരൊറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ വായിച്ച രീതി ശരിയായിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പകുതി കാണുമ്പോൾ നമ്മളങ്ങനെ അസ്യൂം ചെയ്യും, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ തന്നെ ഫുള്ളായിട്ട് വായിക്കും. പിന്നെ വീട്ടിലെത്തിയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ നോക്കുമ്പോഴാണ്, അയ്യോ ഞാൻ ഇങ്ങനെയല്ലേ ഈ ക്വസ്റ്റ്യൻ വായിച്ചത്, ഇത് ആക്ച്വലി ഇങ്ങനെയല്ലേ ആയിരുന്നു, അപ്പം എൻ്റെ ആൻസർ തെറ്റിപ്പോയില്ലേ എന്നുള്ളത് ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ 2 പ്രാവശ്യമെങ്കിലും ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കുക. 4 ഓപ്ഷനും കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ബബിളിങ്ങിലേക്ക് പോവുക. വൺസ് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വെട്ടി വീണ്ടും ബബിൾ ചെയ്യാൻ പറ്റില്ല.
അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മളെപ്പോഴും ഈ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താവരുത്, ഒരുപാട് ഫ്രീ ആയി പോവരുത്. അപ്പോൾ ഒരുപാട് ഫ്രീ ആകുമ്പോൾ ക്വസ്റ്റ്യൻസ്, ഈ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വായിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കണ്ടാലും ശ്രദ്ധിക്കണം, ഇതിൽ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വായിക്കാം. അങ്ങനെ 2 പ്രാവശ്യം വായിച്ചുകൊണ്ട് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. അതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. പകുതി വായിച്ചിട്ട് ബാക്കി നമ്മൾ മനസ്സിൽ ഫില്ല് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ ആ വലിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 4 ഓപ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ 2 ആൻസർ വരുന്ന കാര്യങ്ങളായിരിക്കും ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ എ തന്നെ കാണുമ്പോൾ നമ്മൾ ബബിൾ ചെയ്യും, പക്ഷെ അവിടെ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ സി ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതുപോലെ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡി ആയിട്ട് ഉണ്ടാവും, അതും നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബബിളിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെയും വിരൽ വെച്ച് ബബിൾ ചെയ്ത് പോകാനായിട്ട് നോക്കുക. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 6 ക്വസ്റ്റ്യൻ ചെയ്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. 7ാമത്തെ ക്വസ്റ്റ്യൻ അറിയാണ്ട് നിങ്ങൾ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബബിൾ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബബിൾ ചെയ്യണത് എവിടെയായിരിക്കും, 7ാമത്തെ ക്വസ്റ്റ്യനിലായിരിക്കും ബബിൾ ചെയ്യണ്ടാവും. 7 നമ്മൾ വിട്ടതാണ്, പക്ഷെ 8ന്റെ ആൻസർ ആണെന്ന് വിചാരിച്ചിട്ട് 7 നമ്മൾ ബബിൾ ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ നേരെയും വിരൽ വെച്ച് ബബിൾ ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് ബബിൾ ചെയ്യേണ്ടത് അതിന് നേരെ വിരൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ നോക്കുക, ബബിൾ ചെയ്ത് പോകാനായിട്ട് നോക്കുക. പിന്നെ മാത്രമല്ല ബബിൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ ബബിളിങ് ചെയ്യുക. പാർഷ്യൽ ബബിളിങ് വന്നാലും നമ്മുടെ OMR റീഡിങ് ചെയ്യില്ല. അതുപോലെ ബബിളിന്റെ പുറത്തോട്ട് പോവാതിരിക്കാനും ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ ബോൾ പോയിന്റ് പെൻസ് യൂസ് ചെയ്യാൻ നോക്കുക. ഈ ജെൽ പെൻസ് ഒന്നും അധികം ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പം ബബിൾസ് കറക്റ്റായിട്ട് അങ്ങനെ വിരൽ വെച്ച് തന്നെ ഓരോ ക്വസ്റ്റിൻ്റെ നേരം വിരൽ വെച്ച് തന്നെ ബബിൾ ചെയ്യുക. 100 ക്വസ്റ്റിനും അങ്ങനെ തന്നെ ചെയ്യുക. കാരണം നമ്മൾ മുമ്പോട്ട് പോകും തോറും നമ്മൾ വിടാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായിട്ട് വരും. അങ്ങനെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്പർ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ മാർക്കും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു രീതി ഒഴിവാക്കുക. ഈ രീതിയിൽ സമയമെടുത്ത് ഓരോ ക്വസ്റ്റ്യൻ നേരെയും വിരൽ വെച്ച് ബബിൾ ചെയ്യുക. പിന്നെ നമുക്ക് തോന്നും നമ്മൾ കുറേ എക്സാം ആയില്ലേ എഴുതുന്നു, അപ്പം അങ്ങനെയൊന്നും എനിക്ക് തെറ്റ് പറ്റില്ല എന്നുള്ളത് തോന്നാം. പക്ഷെ നമ്മുടെ സമയം ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകളും വരാം. എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണെങ്കിലും ഒരു തെറ്റ് അങ്ങനെ വരാം. അപ്പം അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി മാത്രം ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബബിൾ ചെയ്ത് പോകാനായിട്ട് നോക്കാം. ഓക്കെ, അതാണ് പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചിലരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒരുപാട് ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല, എന്നാലും പഠിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ഏകദേശം സബ്ജക്റ്റിനെ കുറിച്ച് ധാരണയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ ചിലപ്പം ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോകുന്ന രീതി ഫോളോ ചെയ്യണവരായിരിക്കും. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേ ഉറപ്പിക്കും, അയ്യോ ഇത് വലിയ സ്റ്റേറ്റ്മെന്റാ, എനിക്കൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അറിയാത്തതാണ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്തായാലും സ്റ്റേറ്റ്മെന്റുകളെല്ലാം വായിക്കാം. ഇപ്പം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 or 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ വലുപ്പം പോലെ ആയിരിക്കില്ല, ആൻസർ വളരെ സിമ്പിൾ ആയിരിക്കും. നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൻസർ ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് കളയാതിരിക്കുക. നിങ്ങൾക്ക് 4 ഓപ്ഷനും വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. അല്ല, 4 ഓപ്ഷനും വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ആൻസർ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 2 എണ്ണം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, അയ്യോ ഇത് എനിക്ക് അറിയാത്തതാണല്ലോ എന്ന് തോന്നാം. പക്ഷെ ചിലപ്പോൾ 3ാമത്തെ ഓപ്ഷൻ നമുക്ക് അറിയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിസ്റ്റിൽ 2 ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ലിസ്റ്റ് നോക്കുക. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് അറിയാവുന്നത് ഉണ്ടാവും. ആ അറിയാവുന്ന ഒരാളെ എടുത്ത് അയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാച്ച് കണ്ടുപിടിക്കാം.
എന്നിട്ട് ആ ഒരു ഓപ്ഷൻ ഏതിലാണ് വരുന്നത് നോക്കുക. ചിലപ്പോൾ എന്തായിരിക്കും ഒറ്റ ഓപ്ഷനിലെ ആ ഒരു കറക്റ്റ് മാച്ചിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ 2 ഓപ്ഷനാണ് നമുക്ക് അറിയാവുന്നതായിട്ട് ഇതേപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ 2 ഓപ്ഷനിൽ നിന്ന് പിന്നെ എലിമിനേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിനെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം സ്റ്റേറ്റ്മെന്റ് ആണ്, മാച്ച് ദ ഫോളോയിങ് ആണ്, ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കേണ്ടി വരില്ല. എന്തായാലും ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക. നമ്മുടെ 100 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വായിക്കാതെ പോകരുത്. എല്ലാ ക്വസ്റ്റ്യനും ഓപ്ഷൻസും നിർബന്ധമായും വായിച്ച് പോകാനായിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എക്സാമിന് കയറുമ്പോൾ നമ്മൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും മാക്സിമം അറ്റൻഡ് ചെയ്ത് പോകാൻ നോക്കുക. ചിലർ വിചാരിക്കും ടഫായിട്ടുള്ള പേപ്പർ അല്ലേ, എല്ലാവർക്കും ടഫായിരിക്കും, അപ്പോൾ അധികം ഒന്നും മാർക്ക് ആർക്കും ഉണ്ടാവില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സമയമെടുത്ത് ആൻസർ ചെയ്യേണ്ടി വരും. പക്ഷെ നല്ലപോലെ എവിടെയെങ്കിലുമൊക്കെ പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അറ്റൻഡ് ചെയ്ത് ടഫ് പേപ്പർ ആണെങ്കിലും എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ കുറേ ടഫുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ മൈൻഡ് പോകും, ഓക്കെ ടഫാണെന്ന് തോന്നുന്നു, ഇനി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ അറിയുന്നൊന്നും ഇല്ല എന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് നമ്മളിരിക്കും. പക്ഷെ അങ്ങനെയല്ല, എന്തായാലും ഒന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ടഫ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ടഫുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പം എത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പഠനമാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് പഠിക്കുന്നവർ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്കുകളും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എന്തായാലും ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോബ്ലമാറ്റിക് പേപ്പർ ആണെങ്കിൽ കൂടിയും ചില സെയിം പ്രോബ്ലംസ് അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ ഒരേ പ്രോബ്ലത്തിൽ വാല്യൂസ് മാത്രം മാറ്റിയിട്ടിട്ട് എക്സാമിന് ചോദിക്കാം. ചില ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എന്തായാലും ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം. മാത്രമല്ല, ഇപ്പോൾ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് പഠിക്കുന്നവർക്കറിയാം, കുറേ അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കാണാതെ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ പാലിയോ ഇറിഗേഷൻ, കോർ വാട്ടറിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളത് തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങളുടെ മാർക്ക് ഇവർക്ക് ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും സ്കോർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മാർക്ക് നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പഠിച്ചു പോകാനായിട്ട് നോക്കുക. ഓക്കെ, അത് നിർബന്ധമായിട്ടും പഠിച്ചു പോകാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേട്ട് പരിചയം ഇത് കുറേ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇത് കേട്ടിട്ടുണ്ട്, നല്ല ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല, ഇതൊക്കെ എപ്പോഴും ചോദിക്കണ ചോദ്യമല്ലേ, ഇതൊന്നും ഇനി ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഒഴിവാക്കി കളയും. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ എക്സാമിന് നോക്കുമ്പോൾ കാണും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഓർമ്മയുടെ ബേസിൽ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് നെഗറ്റീവ് വരും. അപ്പോൾ അങ്ങനെ വരാതെ എന്ത് ചെയ്യുക, ചോദിച്ചിട്ടുള്ള ചോദ്യമാണെങ്കിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് മുന്നോട്ട് പോയി നിങ്ങളൊരു 100 ക്വസ്റ്റ്യനിലേക്ക്
എത്തി നിൽക്കുന്ന സമയത്ത് 100 ക്വസ്റ്റ്യനിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എണ്ണും അല്ലേ? ആകെ ഞാൻ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എണ്ണി നോക്കും. എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊരു 65 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് വളരെ കുറവല്ലേ? ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ച് 85-90 മാർക്കൊക്കെ കട്ട് ഓഫ് വരുന്നുണ്ട്. അപ്പം ഞാനൊരു 90 ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്താലല്ലേ എനിക്ക് അത്രയും കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ വീണ്ടും അടുത്ത റൗണ്ടിൽ ഇറങ്ങിയിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യാൻ പോവും? ബബിൾ ചെയ്യാൻ പോവും. അതും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ 65 ക്വസ്റ്റ്യനും ശരിയായിരിക്കും, നിങ്ങൾക്ക് അവിടെ 65 മാർക്ക് ഉണ്ട് ഇപ്പോൾ. പക്ഷെ എന്താ, ഈ നിങ്ങൾ വീണ്ടും അതിനെ 90 ആക്കാൻ വേണ്ടി പോയപ്പോൾ ആ അറ്റൻഡ് ചെയ്തതെല്ലാം, എക്സ്ട്രാ അറ്റൻഡ് ചെയ്തതിലെല്ലാം ഒരു 10-15 എണ്ണം നെഗറ്റീവ് ആയെങ്കിൽ കിട്ടിയ മാർക്കിൽ നിന്ന് പിന്നെയും മാർക്ക് കുറയാൻ നിങ്ങൾ ഒരുപാട് പിന്നിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ആ കട്ട് ഓഫ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഈ കട്ട് ഓഫ് എത്രയാവും എന്ന് ചിന്തിക്കല്. അപ്പോൾ ആ എക്സാമിൻ്റെ സമയത്ത് ആ കട്ട് ഓഫിനെ പറ്റി ചിന്തിക്കേണ്ട, എനിക്ക് എത്ര കിട്ടും എന്നുള്ളതിനെ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നതിനെ കുറിച്ചല്ല, എനിക്ക് എത്ര കിട്ടും എന്നുള്ളത് മാത്രം ചിന്തിച്ചിട്ട് എക്സാം എഴുതുക. ഈ സെക്കൻഡ് റൗണ്ടിൽ അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് പോകണ്ട. അപ്പോൾ ആ കട്ട് ഓഫ് എന്നുള്ള ചിന്ത അങ്ങോട്ട് ഒഴിവാക്കുക. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് ഒരുവിധം നല്ല രീതിയിൽ പഠിക്കുന്നവരാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല സ്കോറ് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ എക്സാമിനും 85-90 കട്ട് ഓഫ് വരാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. ആ എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഒറ്റ നോട്ടത്തിൽ എളുപ്പമാണെന്ന് തോന്നുന്ന പല എക്സാമുകളും നമ്മൾ 2 പ്രാവശ്യം എടുത്ത് വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ പല ടെസ്റ്റുകൾ ഉണ്ടെന്നും കട്ട് ഓഫ് കുറയാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ മനസ്സിലാവും. കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ, എനിക്ക് വായിക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി, പക്ഷെ ഇപ്പോൾ തോന്നുമ്പോൾ എന്തൊക്കെയോ ടെസ്റ്റുകൾ അവിടെ ഇവിടെ ഉള്ള പോലെ തോന്നുന്നു എന്ന് നമ്മൾ പലരും പറയാറുണ്ട് എക്സാം കഴിഞ്ഞ് വരുമ്പം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ കട്ട് ഓഫിനെ കുറിച്ചുള്ള ചിന്ത എക്സാം ഹോളിൽ നിന്ന് ഒഴിവാക്കാണ് നല്ലത്. എന്നിട്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരുവിധമൊക്കെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ PSC അലോട്ട് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിനകത്ത് തന്നെ എക്സാംസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കി. ഇപ്പോൾ 1.25 മണിക്കൂറാണെങ്കിൽ ആ ഒരു സമയത്തിൽ, അല്ലെങ്കിൽ 1.5 മണിക്കൂറാണെങ്കിൽ ആ ഒരു സമയം വെക്കുക. 100 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഒരു OMR ബുക്കിലേക്ക് എടുക്കുക. ദെൻ ഈ 100 ക്വസ്റ്റ്യൻ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ ടൈം മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോബ്ലം ഒക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ സമയം പോകും. ചിലപ്പോൾ അവസാനത്തെ ചില ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോലും ടൈം കിട്ടാത്ത ഒരവസ്ഥ വരാറുണ്ട്. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ടൈം വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം സമയത്ത് ടൈം കൺട്രോൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ നല്ലൊരു ടിപ്പാണ്. കാരണം ഈ നെഗറ്റീവ് മാർക്ക് വരുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സമയമില്ലാതെ കുറേ ക്വസ്റ്റ്യൻസ് വിട്ട് കളയേണ്ട അവസ്ഥ വരുന്നത്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സമയമില്ലാണ്ടാവുമ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യുക, അതെങ്ങനെയോ ഒരൊറ്റ വായനയിൽ ചിലപ്പോൾ എന്തൊക്കെയോ ബബിൾ ചെയ്ത് പോകും. അങ്ങനെ കുറേ തെറ്റുകളൊക്കെ വരും. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈം ഒന്ന് മാനേജ് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി A-level എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ എഴുതുമ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പം ഇതിപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെടണം എന്നില്ല, എങ്കിലും ഞാനൊരു സജഷനായിട്ട് പറയുകയാണ്, ആവശ്യമുള്ളവർ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മളിങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കുക, തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഫസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ വായിച്ച് 11ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഈസിയാണ്, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ട് വെക്കെങ്കിലും ചെയ്യാം. മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ചെയ്യേണ്ട, ആദ്യത്തെ റൗണ്ടിൽ കംപ്ലീറ്റ് തിയറി അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് പിന്നെയുള്ള സമയം പ്രോബ്ലത്തിന് മാറ്റി വയ്ക്കുക. അപ്പം എന്താ, ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് വേഗം ചെയ്യാം, അതിന് ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടും, മാർക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് വേണ്ടി ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പം ചില എക്സാംസിനൊക്കെ
വലിയ വലിയ പ്രോബ്ലംസ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കാണാം. അത് കാണുമ്പോൾ തന്നെ തോന്നും അയ്യോ ഇതെനിക്ക് അറിയാത്തതാണല്ലോ, ഞാൻ പഠിക്കാത്തതാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ മുഴുവൻ ഉണ്ടാവുക. അതിന് നമുക്ക് 1-2 ഡാറ്റാസ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വലിയ ക്വസ്റ്റ്യനോ ചെറിയ ക്വസ്റ്റ്യനോ എന്തോ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ 1-2 പ്രാവശ്യം വായിക്കുക, തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതുക. അത്രയും എടുത്ത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താനും പറ്റും. അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എക്സാം എഴുതി മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊക്കെ ഒരു പരിധി വരെ എക്സാമിന് കുറച്ചുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നും പഠിക്കാണ്ട് പോയിട്ട് ഇത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല. നല്ല രീതിയിൽ പഠിക്കണം. കാരണം ഇന്ന് എല്ലാവരും ഒരേ രീതിയിൽ പഠിച്ചു പോകുന്നവരാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. നല്ല രീതിയിൽ പഠിച്ചിട്ടും വരുന്ന നെഗറ്റീവ് മാർക്കുകളെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഒഴിവാക്കാം എന്നാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടൈം വെച്ച് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഈ ടിപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ശ്രദ്ധക്കുറവുകൾ കൊണ്ടുണ്ടാകുന്ന നമ്മുടെ നെഗറ്റീവ് മാർക്കുകളെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. നല്ലൊരു സ്കോർ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് പഠിച്ചോ അതിനനുസരിച്ചുള്ളൊരു സ്കോർ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് നേടാനും സാധിക്കും. അപ്പം പറഞ്ഞ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാമുകൾക്ക് നല്ല രീതിയിൽ ഒരു കോച്ചിങ് അസിസ്റ്റൻസോട് കൂടി പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, പല സാഹചര്യങ്ങളിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഓവർസിയർ ലെവൽ എക്സാമുകൾക്ക് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, A ലെവൽ എക്സാമുകൾക്ക് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ പല ടൈപ്പിലുള്ള എക്സാംസിനായിരിക്കും എല്ലാവരും പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഓഫ്ലൈൻ വിഭാഗത്തിലും ഓൺലൈൻ വിഭാഗത്തിലും ക്ലാസ്സുകൾ സൈലം ടെക്നിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കോഴ്സുകളുടെയും ഫീസ് ഡീറ്റെയിൽസ് ആണ് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മുടെ ഓരോ കോഴ്സിനും വരുന്ന പ്രൈസ് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഓൺലൈൻ ഓവർസിയർ റെക്കോർഡഡ് ബാച്ചസിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. അത് ഫീസ് 2,999 ആണ് വരുന്നത്. അതുപോലെ തന്നെ ലൈവ് ബാച്ചസ് ഉണ്ട്, 4,999 ആണ് ഫീസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ AE സിവിലിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ AE സിവിലിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചും ഓൺലൈൻ ക്രാഷ് ബാച്ചും അവൈലബിൾ ആണ്. ഇതേപോലെ ഓഫ്ലൈനിൽ നമുക്ക് ഓവർസിയർ ലെവൽ ക്ലാസ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ AE ലെവൽ സൺഡേ ബാച്ച് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓവർസിയർ സൺഡേ ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നിലവിൽ. അപ്പം വരാനിരിക്കുന്ന എക്സാമുകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് കൃത്യമായ മെന്റർ സപ്പോർട്ടോടുകൂടി ടോപ്പിക് വൈസ് എക്സാംസ് എഴുതി നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് സൈലം ടെക്നിക്കലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക്